ഹായ്, ഞാൻ റുക്കിയ ഷംല, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്ഫുൾ ഇവൻറ്റിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പല സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യാറുമുണ്ട്. അതിൽ പലതൊക്കെ നമ്മൾ മറന്നു പോവാറുണ്ട്. വലിയ പ്രശ്നമുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ ലൈഫിനത് ഹോണ്ട് ചെയ്യാറില്ല. എന്നാൽ ചില സിറ്റുവേഷൻസ്, ചില ഓർമ്മകൾ, നമുക്കുണ്ടായിട്ടുള്ള വിറ്റ്നസ് ചെയ്യപ്പെട്ടിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ഇവൻറ്റുകൾ നമ്മളെ അങ്ങേയറ്റം ആങ്സൈറ്റിയും അതേപോലെ സ്ട്രെസ്സും കലർന്നൊരവസ്ഥയിലേക്ക്, ഒരുപാട് ആഘാതങ്ങൾ നിറഞ്ഞൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഇതേപോലെയുള്ള ഒരു പർട്ടിക്കുലർ ഇവൻറ്റിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ്ഫുള്ളായിട്ടുള്ള, വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമുക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയാം. ട്രോമ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഡിസ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മെമ്മറിയോ അതല്ലെങ്കിൽ ഒരു കണ്ടീഷനോ ഒക്കെ ആയിരിക്കും. ഇതേപോലെയുള്ള അവസ്ഥയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയാം. ആദ്യമായിട്ട് ഈ ഒരു PTSD എന്ന് പറയുന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് യുദ്ധമുഖത്ത് നിന്ന് വരുന്ന ആളുകളിൽ കണ്ടിട്ടുള്ള കുറച്ച് അനുഭവങ്ങളുടെ ബേസിസിലാണ്. അതായത് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള അവർക്കുണ്ടായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ അടുത്ത സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോകുന്നു, അവർക്ക് ആക്സിഡൻറ്റുകൾ വരുന്നു, മുമ്പിൽ കണ്ടിട്ടുള്ള ബോംബ് ഷെല്ലുകൾ, അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അവരിലുണ്ടായിട്ടുള്ള ആ ഒരു അവസ്ഥ പരിശോധിച്ചപ്പോഴാണ് നമുക്കതൊരു PTSD എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഭാവിയിൽ പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത് ഈ ഒരു കണ്ടീഷനിൽ മാത്രമല്ല, നമ്മളെ ഹോണ്ട് ചെയ്യപ്പെടുന്ന, വളരെ പ്രയാസത്തോടു കൂടിയിട്ട് സ്ട്രെസ്ഫുൾ ഇവൻ്റാക്കി നിർത്തുന്ന ഏതൊരു കാര്യവും, ഇവൻറ്റുകളും നമുക്ക് PTSD എന്ന് പറയുന്ന ഒരു കണ്ടീഷന് ഉണ്ടാക്കാം. അതൊരു പക്ഷേ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു റേപ്പായിരിക്കാം, അതല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു പെട്ടെന്നൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖം ബാധിക്കുന്നതായിരിക്കാം, നമ്മൾ ഒപ്പം നിൽക്കുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ വിട്ട് മരിച്ചു പോകുന്നതുമായിരിക്കാം. ഇതേപോലെയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഒരു PTSD എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ കൊറോണ വന്നതുപോലെ, വെള്ളപ്പൊക്കം ഉണ്ടായതുപോലെ, മലയിടിച്ചിലുകൾ ഉണ്ടായതുപോലെ, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഡിസാസ്റ്ററുകൾ ആ സമയത്ത് നമ്മൾ വിറ്റ്നസ് ചെയ്യപ്പെടുകയോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള അവസ്ഥയിൽ മനസ്സിൽ തിങ്ങി നിറയുന്ന ചില പ്രത്യേക മൊമെൻറ്റുകൾ, ചില മെമ്മറീസൊക്കെയാണ് ഈ ഒരു അവസ്ഥയിൽ കൂടുതലായിട്ടും ഇങ്ങനെ പ്രകടമായിട്ട് വരിക. അസുഖങ്ങളാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ പെട്ടെന്നൊരു ദിവസം ക്യാൻസറൊക്കെ പോലെയുള്ള ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു കാര്യം ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്, ഒരു പ്രയാസവും ഇല്ലാതെ കളിച്ച് ചിരിച്ച് നമ്മൾ കൂടെ നിന്നിട്ടുള്ള ആളുകൾ പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു പോകുന്നത്, ഈ തരത്തിലുള്ളതൊക്കെ ഈ പറയുന്ന PTSD കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 8% PTSD എന്ന് പറയുന്നൊരു കണ്ടീഷൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി ഈ ഒരു തരത്തിൽ ജെൻഡർ റേഷ്യോ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരേപോലെ തന്നെ ഈ ഒരു PTSD കണ്ടീഷൻസ് ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് PTSD പോലെ ഒരു കണ്ടീഷനെ ട്രിഗർ ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക, എല്ലാവർക്കും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് മാത്രമാണ് അത് ട്രോമയായിട്ട് മാറുന്നത്. അപ്പം അതിനുള്ള ട്രിഗേഴ്സ് ഒരു പക്ഷേ ചൈൽഡ്ഹുഡിലൊക്കെ അവർക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പാരൻസ് തമ്മിലുണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് വിറ്റ്നസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികൾ, BPD പോലെയുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ചെറുപ്പം മുതലേ കാണിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ, സബ്സ്റ്റൻസ് അബ്യൂസിന് കണ്ടിന്യൂസ് ആയിട്ട് സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ, അതേപോലെ തന്നെയാണ് അലക്സീമിയ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥ ഏത് രീതിയിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നറിയാതെ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാതെ സ്റ്റക്കായി പോകുന്ന കണ്ടീഷൻസ്, ഇതേപോലുള്ള അവസ്ഥകളൊക്കെ PTSD എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകളായിട്ട് കാണാറുണ്ട്. അതേപോലെ നമ്മളൊരു ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ മേജർ ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉള്ള ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലും ഇതേപോലെ PTSD കണ്ടീഷൻസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.
ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. PTSD എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഒരു സിംറ്റം വൈസിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് ഇവിടെ ഉണ്ടാവുക. അതിലൊന്നാമത്തെ കാര്യമാണ് ഇൻട്രൂസീവ് സിംറ്റംസ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുക നമ്മൾ വിറ്റ്നസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ട്രോമാറ്റിക് ഇവൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഫ്ലാഷ് ബാക്കുകൾ ഉണ്ടായിരിക്കുക, ഡ്രീംസ് ഉണ്ടായിരിക്കുക, നൈറ്റ് മെയർസ് ഉണ്ടായിരിക്കുക. ഇത് തുടരെ നിരന്തരമായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ, ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം. ഇതിന് നമ്മൾ ഇൻട്രൂസീവ് ആയിട്ടുള്ള സിംറ്റംസ് എന്നാണ് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സിംറ്റംസ്. ഇവിടെ ഉണ്ടാവുക നമ്മൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ്, ഏത് സ്ഥലമാണ്, ഏത് വസ്തുക്കളാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുക. ഈ കാര്യത്തിനെല്ലാം വീണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റേപ്പ് വിക്റ്റിം ആണെങ്കിൽ ആ ഒരു അറ്റംപ്റ്റ് നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സ്ഥലം ഏതായിരുന്നു, ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ധരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സ്വാധീനിക്കുകയും ആ കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റം പറയുകയാണെങ്കിൽ ഹൈപ്പർ അറോസൽ ആവുക, അതേപോലെ വളരെ റിയാക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക. ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എങ്കിൽ വീണ്ടും അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ട് വളരെ വിജിലൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ ചില പ്രത്യേക റൂൾസും കാര്യങ്ങളൊക്കെ, ഇത്ര സ്പീഡിലല്ലാതെ വണ്ടി ഓടിക്കാതെ ഇരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ കൂടുതൽ വിജിലൻ്റ് ആയിട്ടിരിക്കുക. ചില പ്രത്യേക വ്യക്തികളുടെ കൂടെ മാത്രം ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ചില ആളുകളുടെ കൂടെ ചില സ്ഥലങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ വളരെ വിജിലൻ്റ് ആയിട്ടായിരിക്കും ആ ഒരു കാര്യത്തിന് അവർ ഹാൻഡിൽ ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞെട്ടലുകൾ ഉണ്ടായിരിക്കുക. കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് ഇതിന് മാത്രം ഞെട്ടാനുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് തോന്നിക്കും വിധത്തിൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഒരു ഞെട്ടൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടിരിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റമാണ് ഒരു എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ സമയത്തിൽ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂഡ് സ്വിങ്സ് പ്രസൻ്റ് ആയിരിക്കും. ഉറക്കത്തിൽ അങ്ങേയറ്റത്തുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടിരിക്കുക. അതേപോലെ തന്നെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക, പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുക, റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, ചുറ്റുമുള്ള കണ്ടീഷൻസ് ഒന്നും റിയൽ അല്ല എന്നുള്ള രീതിയിൽ ഡിപ്രസീവ് സിംറ്റംസിലൊക്കെ ഉണ്ടാകുന്ന ഡീറിയലൈസേഷൻ, ഡീപേഴ്സണലൈസേഷൻ ഒക്കെ പോലെയുള്ള ആ ഒരു കണ്ടീഷൻസ് ഒക്കെ കാണിക്കുക. ഇങ്ങനെയുള്ള സിംറ്റംസാണ് പ്രധാനമായിട്ടും PTSDയിൽ കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ മനസ്സിലാകുക. ഇനി പ്രധാനമായിട്ടും ഈ ഒരു ഏരിയാസിനെ ഏത് രീതിയിൽ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് കിട്ടേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുക ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ്, ഒരു ഹോപ്പ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒപ്റ്റിമിസ്റ്റിക് വ്യൂസ്, ഇതെല്ലാം ഈ സപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഉണ്ടാകുക. സാധാരണ രീതിയിൽ നമുക്ക് ചീഫ് കംപ്ലയിൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇൻഫോർമൻ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു ഡയലോഗ്സിൽ വരുന്നതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്നു പോയ കാര്യമാണ്, പക്ഷേ ഇന്നലെ നടന്നു പോയതുപോലെ ഇപ്പോഴും അത് തന്നെ ആലോചിച്ച് വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചിട്ട് അവളെ സമയം കളയാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ദേഷ്യം കാണിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഈ നമ്മളെ മുന്നോട്ടെടുക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ എല്ലാം വളരെ നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സപ്പോർട്ട് ഈ ഒരു വ്യക്തികൾക്ക് ചുറ്റും ഉള്ള ഒരു ഏരിയയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫാമിലിയിൽ നിന്ന് കിട്ടുക, പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുക, പാരൻസിൻ്റെ അടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും റോള്. ഇവിടെ
ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ പോലെയുള്ള എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ആൻറ്റി ഡിപ്രസൻസ് പോലെയുള്ള ഫാർമക്കോ തെറാപ്പികൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെയും റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസെൻസിറ്റൈസേഷനൊക്കെ പോലെയുള്ള ബിഹേവിയറൽ അപ്രോച്ച് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ PTSD മാനേജ് ചെയ്യുന്നതിൽ ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന സപ്പോർട്ടീവായിട്ടുള്ള അപ്രോച്ച് പോലെ തന്നെയാണ് സൈക്കോളജിസ്റ്റിൻ്റെയും അപ്രോച്ചുകൾ ഈ ഒരു തെറാപ്പി പ്രോസസ്സിൽ ഉണ്ടായിരിക്കുക. ഡീസെൻസിറ്റൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് പോലെ തന്നെ ഒരു സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി പോലെയുള്ള ഒരു അപ്രോച്ചുകളും ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ലൈഫ് ലോങ് ആളുകളിൽ ഹോണ്ട് ചെയ്യുന്നൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ലൈഫിലെ ക്വാളിറ്റിയിലെ എല്ലാ ഏരിയാസിലെയും ഈ പറയുന്ന തോട്ട്സ് അവരെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സ്പെഷ്യലി ചെറിയ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഈ പറയുന്ന ട്രിഗേഴ്സ് മുന്നോട്ടുള്ള ലൈഫിൽ പലതരത്തിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇവൻറ്റ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യുകയും വിറ്റ്നസ് ചെയ്യുകയും പെടുന്ന ആളുകളെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒക്യുപ്പേഷണൽ അതേപോലെ സോഷ്യൽ ലൈഫിലൊക്കെ ഈ ഇവൻറ്റിൻ്റെ ഒരു എഫക്റ്റുകൾ വളരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ വളരെ വേഗതയിലും നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വിറ്റ്നസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവരോ ആയിട്ടുള്ള ആളുകൾ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ വേണ്ടി വന്നാൽ സൈക്കാട്രിസ്റ്റിൻ്റെയോ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റുകൾ പെട്ടെന്ന് ഈ ഒരു കണ്ടീഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതിനെ വളരെ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.